ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഫോക്സി കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്നാപ്സീഡ് ട്യൂട്ടോറിയലായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. സ്നാപ്സീഡ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ സ്നാപ്സീഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഫോണിലുള്ള ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് ആഡും ചെയ്യാം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ പെൻസിൽ ഐക്കൺ നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് തന്നെ ട്യൂൺ ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബേസിക് ആയിട്ടുള്ള ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെയാണ് ജസ്റ്റ് ആകെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഈ ഫോട്ടോയിൽ യൂസ് ചെയ്യുന്ന ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റിൻ്റെയൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പിക്ചറിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പിക്ചർ എങ്ങനെയാണോ അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ അതനുസരിച്ച് വേണം നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ ഷാർപ്പനിങ്, അതിൻ്റെ സ്ട്രക്ചറും ഒന്ന് പൊട്ടിക്ക് ഇൻക്രീസ് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഗ്രെയിനി ഫിലിം എന്ന് പറഞ്ഞ ഫിൽറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അധികാരം യൂസ് ചെയ്യാത്തൊരു ഫിൽറ്ററാണ്, പക്ഷെ നമുക്ക് ഇതിൻ്റെ ഗ്രെയിൻസിൻ്റെ വാല്യൂ ഫുള്ളായിട്ട് കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് നമ്മുടെ ഇമേജ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റൈൽ സ്ട്രെങ്ത് ഒന്ന് കുറച്ചിടണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ സെറ്റ് ആവുന്നതനുസരിച്ച് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് ബാക്ക് അടിച്ച് വന്നു കഴിഞ്ഞാൽ വിൻറ്റേജ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ പെൻസിൽ ഐക്കൺ സെലക്ട് ചെയ്യുക, വിൻറ്റേജ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ വിൻറ്റേജിനകത്ത് 12ാമത്തെ ആയിട്ടുള്ള എഫക്റ്റാണ് ഇടാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റൈൽ സ്ട്രെങ്ത് ഫുള്ളായിട്ട് കുറച്ചിടാം. പിന്നെ സാച്ചുറേഷൻ ഫുള്ളായിട്ട് കുറച്ച് -100 ആക്കി ഇടുക. അതുപോലെ തന്നെ വിഗ്നെറ്റി പൊടിക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഒരു ചെറുതായിട്ടൊക്കെ വിഗ്നെറ്റി ഇട്ടാൽ വലിയ സീൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഫുൾ സ്റ്റാച്ചുവേർഡ് അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഇമേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ ഐക്കൺ പിടിച്ചേക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ എഡിറ്റ്സ് കാണാൻ സാധിക്കും. നമ്മൾ എഡിറ്റ് ചെയ്ത എല്ലാ സംഭവങ്ങളും അതിൽ വരുന്നതാണ്. ഇനി നമുക്ക് അതിൽ വിൻറ്റേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ രണ്ടാമത്തെ ബ്രഷ് എന്ന് പറഞ്ഞ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം താഴത്തെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഐക്കൺ എനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഐ ബട്ടൺ കാണിക്കും. ആ ഐയുടെ ഐക്കൺ നമ്മൾ ഡിസേബിളും ചെയ്യണം. ഇനി നമുക്ക് ആ ബ്രഷിൻ്റെ വാല്യൂ 0 ആക്കിയതിന് ശേഷം നമുക്ക് വരച്ച് നമ്മുടെ സ്കിന്നിനകത്തും അതുപോലെ തന്നെ ഹെയറിനകത്തും അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ കളറിലേക്ക് കൊണ്ടുവരണം. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യം ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പുറത്തേക്ക് കളർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രഷിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തത് മാച്ച് കളയാവുന്നതാണ്. നമ്മളിവിടെ സ്കിന്നിലും അതുപോലെ തന്നെ മുടിയിലും താടിയിലും ഒക്കെ ആയിരിക്കുന്ന കളറെല്ലാം മാച്ച് കളയാൻ പോവുകയാണ്. ഇനി നമ്മൾ ആ ഐ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ മാച്ച് കളയാനുണ്ടെന്ന് ഒന്നുകൂടി അറിയാൻ പറ്റും. അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സ്നാപ്സീഡിൽ ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ അവസാനമായിട്ട് നമ്മൾ പെൻസിൽ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് കേർവ്സ് എന്ന് പറഞ്ഞ എഫക്റ്റ് എടുക്കുകയാണ്. കേർവ്സിനകത്ത് ഞാൻ ഡാർക്ക് എന്ന് പറഞ്ഞ എഫക്റ്റാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. സ്നാപ്സീഡിൽ എഡിറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമേജ് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചെറിയ പണിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് പിക്സാർട്ട് അല്ലെങ്കിൽ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അലൈറ്റ് മോഷനാണ് തൽക്കാലം ഓപ്പൺ ചെയ്യുന്നത്. 4:3 എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഇമേജ് ആഡ് ചെയ്യാം. നമ്മുടെ ഇമേജ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു ഓവർലേ കൂടി ആഡ് ചെയ്യാനുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഈ ഇമേജ് ഒന്ന് ഫിൽ സ്ക്രീൻ കൊടുക്കണം. ഇനി നമുക്കൊരു ഓവർലേ ആഡ് ചെയ്യാം ഇതിനകത്ത്. അപ്പോൾ ഓവർലേ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അലൈറ്റ് മോഷനിൽ തന്നെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി താഴെ കാണുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ലൈറ്റിനകത്ത് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ കറുത്ത ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് കിട്ടും. ഇനി നമുക്കിത് പരമാവധി സൂം ചെയ്തതിന് ശേഷം ഒരു സൈഡിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാത് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അലൈറ്റ് മോഷനിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്തെ താഴത്തായിട്ട് കറണ്ട് ഫ്രെയിം PNG എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് PNG ആയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇമേജ്. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസ് കാണുവാനായി ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ മാക്സിമം എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്ന ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക.